വരുന്നത് വളരെ അപൂർവമാണ്. ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കസിൻസ് വീട്ടിൽ അവർക്ക് വിവാഹം ആലോചിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ പിതാവിൻ്റെ ഹൃദയം കടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരിക്കലും എൻ്റെ മുന്നിൽ ഒന്നും കാണിച്ചിട്ടില്ല. എന്നാൽ മാതാപിതാക്കന്മാരായിട്ട് ഇവിടെ ഇരിക്കൊണ്ടല്ലോ, നിങ്ങൾക്കറിയാം അതിൻ്റെ വേദന എന്താണെന്ന്. ഒരിക്കലും ഒരു കുടുംബത്തിൽ ഒരു ആലോചന കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാൻ തക്കവണ്ണം എൻ്റെ പിതാവ് എന്ത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്? കാരണം പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, പലരും ഞങ്ങളുടെ വീട് തപ്പി പിന്നീട് വരുന്നു. ക്യാൻസർ വന്നു പോയ ശാലിനിയുടെ വീട് ഏതാണെന്ന് ചോദിച്ചുകൊണ്ടാണ്. പലപ്പോഴും സമൂഹത്തിൻ്റെ മധ്യത്തിൽ എന്നെ എങ്ങനെ വേർതിരിച്ച് കാണപ്പെട്ട പല സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ എന്ത് തന്നെ മനുഷ്യർ പറഞ്ഞാലും ഈ കർത്താവിനെ അറിയുവാൻ, അതിൽ കൂടെ കർത്താവ് എനിക്കൊരു കൃപ തന്നതുകൊണ്ട് നിന്നെയൊക്കെ എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഉരുക്കായിരുന്ന എൻ്റെ കണ്ണിനെ ദൈവം തുറപ്പിച്ചു. ഫാനിയോസ്കി പറഞ്ഞതുപോലെ amazing grace that saved a wretch like me. I once was blind, but now I see. Hallelujah. സ്തോത്രം. ദൈവത്തിൻ്റെ അമേസിംഗ് ഗ്രേസിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. 2006 ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതപ്രകാരം ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള ജ്ഞാനായ സമുദായത്തിൽ നിന്ന് വിശ്വാസികളേക്ക് വന്നിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വിവാഹാലോചനയുമായി ഇങ്ങോട്ട് വരുവാനായിട്ട് കർത്താവ് കൃപ തന്നു. അത് തികച്ചും എൻ്റെ വീട്ടിലുള്ളവർക്ക് അതൊരു അത്ഭുതകരമായിരുന്നു. ഞാൻ BBA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അറിയാം. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരു പള്ളിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ജ്ഞാനായ യാക്കോബായ കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങളുടെ അമ്മമാർ തമ്മിലും ഒരു ഫാർ റിലേഷനുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ BBA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇപ്രകാരം ഒരു ദർശനം തന്നു. ഈ വ്യക്തിയെ ഞാൻ എൻ്റെ ഭർത്താവായി തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു ദർശനം കണ്ടു. എന്നാൽ ഞാനെന്ന് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് ഇത്രയും നാളും നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ ഇത് അസംഭവ്യമായൊരു കാര്യമാണ്, അത് ഞാൻ സമ്മതിക്കത്തുമില്ല. കാരണം വീടുകൾ തമ്മിൽ അടുത്ത മനുഷ്യരതും പറയാനിടയാക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങേണ്ടതാണ്, എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നും വേണ്ടിയില്ല. ഞാൻ കർത്താവിൻ്റെ അടുക്കൽ അന്നൊന്ന് പറഞ്ഞു, ഇത് അങ്ങയുടെ ഹിതമെങ്കിൽ ഞാൻ ഇതൊരു മനുഷ്യരോട് പറയത്തില്ല. തക്ക സമയത്ത് അവരുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയും അവർ ഇങ്ങോട്ട് ഒരാലോചനയുമായി വരണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ ഒരിക്കലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല, നിർത്തി, പിന്നെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ 2006 ജൂലൈ മാസത്തിൽ അവർ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ചെന്ന്, അച്ചാച്ചൻ്റെ സഹോദരങ്ങൾ, അവർ 5 ആൺപിള്ളേരുള്ള വീട്ടിലാണ്, സഹോദരങ്ങളെ ചെന്ന് അവിടെ പ്രൊപ്പോസൽ ഇടുവാനായിട്ടിടയാക്കി. അതിനുശേഷം എൻ്റെ മാതാപിതാക്കന്മാരെ കാണുകയും അത് പറയുകയൊക്കെ ചെയ്തു. ആചാച്ചൻ്റെ പേരൻസ് തന്നെ വന്ന് കല്യാണമൊക്കെ ഉറപ്പിച്ചു. എന്നാൽ അന്ന് ഞാൻ ആഭരണം ഇടുമായിരുന്നത് കൊണ്ട് ആചാച്ചൻ്റെ മാതാപിതാക്കന്മാർ ഓർത്തു, ഞാൻ പള്ളിയിലായതുകൊണ്ട് പെന്തക്കോസ്തിൽ പോയ മകനെ തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെ കല്യാണത്തിന് സമ്മതിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നോ സ്നാനപ്പെട്ടതാണെന്നോ അന്ന് വരെ എൻ്റെ പിതാവിനറിയത്തില്ല. ഹല്ലേലൂയ. ഇതൊരു വിവാഹാലോചനയുമായി വന്നപ്പോൾ അച്ചാച്ചൻ്റെ വിശ്വാസത്തിലുള്ള അച്ചാച്ചൻ്റെ സഹോദരങ്ങൾ എന്നെ ഇരുത്തിട്ട് ചോദിച്ചു, ശാലിനി സ്നാനപ്പെട്ടതാണോ? ഞാൻ മഞ്ഞാതെ. എൻ്റെ അപ്പ ചോദിച്ചു, നീ ഇപ്പോൾ സ്നാനപ്പെട്ടു? എൻ്റെ പിതാവ് പറഞ്ഞില്ല, ഞാൻ സ്നാനപ്പെട്ടു. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, എൻ്റെ പിതാവൊന്നും പറഞ്ഞില്ല. അങ്ങനെ അത് ഞങ്ങളുടെ വിവാഹാലോചന മുന്നോട്ട് പോയി. എന്നാൽ പിന്നീട് അച്ചാച്ചൻ്റെ പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ജ്ഞാനായ യാക്കോബായ സമുദായത്തിൻ്റെതായിട്ടുള്ള പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലും വളരെ അടിയുറച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനും, അതുമാത്രം സത്യം ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനുമാണ്. തൻ്റെ 5 ആൺപിള്ളേരിൽ 4 ആൺമക്കളും വിശ്വാസത്തിലാണ്. 2 പേര് പാസ്റ്റർമാരാണ് ദൈവകൃപയാൽ. എന്നാൽ അച്ചാച്ചൻ്റെ മാതാപിതാക്കന്മാർ ഇതുവരെയും വിശ്വാസത്തിൽ വന്നിട്ടില്ല, എൻ്റെ മാതാപിതാക്കന്മാരും വന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാർ അത്രമേൽ ഈ കാര്യങ്ങൾ സ്ട്രിക്റ്റ് അല്ല. എന്നാൽ അച്ചാച്ചൻ്റെ പപ്പ ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റും. അദ്ദേഹത്തിന് വേറൊന്നും, പെന്തക്കോസ്തിലേക്ക് പോകുന്നത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സത്യത്തെ വിട്ട് വഴിപഴച്ചു പോയി എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് തൻ്റെ വിശ്വാസത്തിൽ വിവാഹിതരായ 3 ആൺമക്കളുടെ വിവാഹത്തിന് അദ്ദേഹം കൂടിയിട്ടില്ല, മമ്മിയും വിട്ടില്ല, വീട്ടുകാരെ ആരെയും ക്ഷമിച്ചില്ല.
അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. പപ്പ ഇപ്രകാരമൊക്കെ വിചാരിച്ചു. എന്നാൽ പിന്നീട് ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വിവാഹത്തിന് എതിർപ്പ് വന്നു. പള്ളിയിൽ കല്യാണം നടത്തിയില്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് കൂടത്തില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ അനേക വാഗ്വാദങ്ങൾ വിശ്വാസികളും പള്ളിക്കാരും ഒക്കെ ആയിട്ട് നടന്നു. അവസാനം പള്ളിയിലെ പ്രമുഖരായ വ്യക്തികളെ കൊണ്ട് ഇവരെ കൗൺസിൽ വരെ ചെയ്യിപ്പിച്ചു. കാരണം ഇത് തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളാണ്. എല്ലാം പറയുവാൻ സമയമില്ലല്ലോ. ഒത്തിരി പ്രശ്നങ്ങളാണ്. വളരെ മാനസികമായിട്ട് ഞങ്ങൾ ഇരുവരും ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്തു. എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം വീടുകളടുത്തായി, എല്ലാവരും അറിഞ്ഞു, കല്യാണം ഉറപ്പിച്ചു, ഡേറ്റ് പറഞ്ഞു, അതിനുശേഷം നടക്കത്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ ഞാനത് പഠിക്കുകയും എല്ലാവരും അറിയുകയും ചെയ്യുന്നു. അങ്ങനെ ഏതായാലും ഡിസംബർ 28-ാം തീയതി വിവാഹം നടക്കുമെന്ന് ഉറപ്പിച്ചു. പക്ഷെ പപ്പ പറഞ്ഞു, ഞാൻ ഉറപ്പിച്ച കല്യാണം ഈ പെണ്ണിനെ അല്ലാതെ നീ വേറെ ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പെന്തക്കോസ്ത് നടത്തിയ ഞാൻ കല്യാണത്തിന് കൂടുകയില്ല, മമ്മിയെയും വിടത്തില്ല, വീട്ടുകാരെ ആരെയും വിളിക്കത്തില്ല. അങ്ങനെ 25-ാം തീയതി നടക്കുവാനുള്ള ഞങ്ങളുടെ എൻഗേജ്മെന്റ് മുടങ്ങിപ്പോയി. 500 പേരെ എൻ്റെ വീട്ടിൽ നിന്ന് ക്ഷണിച്ചു. എന്നാൽ പപ്പ ഇങ്ങനെ ബഹളം വെച്ചതിന് പ്രകാരം അത് ക്യാൻസൽ ചെയ്ത് എല്ലാവരും തിരിച്ചു വിളിച്ചു പറഞ്ഞു കല്യാണം മുടങ്ങി. അവസാനം കല്യാണം 28-ാം നടക്കത്തില്ല എന്ന് തീരുമാനിച്ചു. എൻ്റെ അപ്പായുടെ പെങ്ങൾ ഇവിടെ അമേരിക്കയിലുണ്ട്. ആൻറ്റിയെ ദൈവം അവിടെ കൊണ്ടുവരാൻ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിന് അന്ന് രാവിലെയാണ് ആൻറ്റി വന്നത്. ആൻറ്റിയിൽ കൂടെ ദൈവാത്മാവ് പ്രവർത്തിക്കുകയും പപ്പ കല്യാണത്തിന് കൂടത്തില്ല, പക്ഷെ പപ്പ ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ച വിട്ട് 28-ാം തീയതി തന്നെ വളരെ ലഘുവായ ചടങ്ങിൽ പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെയും അച്ചാച്ചൻ്റെ വിശ്വാസത്തിലുള്ള സഹോദരന്മാരുടെയും എൻ്റെ മാതാപിതാക്കന്മാരുടെയും എൻ്റെ വീട്ടിലുള്ള ആളുകളുടെയും മധ്യത്തിൽ വളരെ സിമ്പിളായിട്ടൊരു ചടങ്ങിൽ ഞങ്ങൾ വിവാഹിതരാകുവാൻ കർത്താവ് ഇടയാക്കി. അതിനുശേഷം വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ 13 മണിയോടില്ലായിരുന്നു. അനേകം പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ദിവസന്ധി കരഞ്ഞു. പപ്പ ആദ്യമൊന്നും മിണ്ടത്തില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന പപ്പ ഇറങ്ങി പോകുമായിരുന്നു. എന്നാൽ ഞാൻ പഠിക്കാൻ പോയി, അച്ചാച്ചൻ ജോലിക്കും പോയി. എന്നാൽ 3 മാസത്തിന് ശേഷം പ്രാർത്ഥനയുടെ ഫലമായി പപ്പ തന്നെ ഇങ്ങോട്ട് കയറി വീണ്ടുവാനും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവജനമേ, ദൈവം ഒന്ന് വിചാരിച്ചാൽ മനുഷ്യർക്ക് തടയുവാൻ സാധിക്കട്ടെ. അത് ഞാൻ ഓർക്കുന്നു. ആ ദിവസങ്ങൾ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവസ്ഥിതി ഞാൻ ഒരു കാര്യം പറഞ്ഞു, കർത്താവ് എനിക്ക് കല്യാണം വേണ്ട, കല്യാണം കഴിച്ചില്ലെങ്കിൽ വേണ്ടെന്നുള്ളത്. പക്ഷെ അന്നും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഞാനൊന്ന് പ്രസ്താവിച്ചാൽ ഞാൻ കർത്താവ് പ്രസ്താവിച്ച് കർത്താവ് ഇത് നടത്തി. ഒരിക്കലും ആ വിവാഹം നടക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. ഞങ്ങൾ വിവാഹിതരായി. ദൈവകൃപയാൽ ഞങ്ങൾ അമേരിക്കയിൽ വന്നു. അനേക പ്രശ്നങ്ങളിൽ കൂടെ പോയി കർത്താവ് ഞങ്ങളെ നിർത്തി. ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ അവിടെയും ഞങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുവാനായിട്ട് ഇടയായി. അനേക പ്രശ്നങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. ഒടുവിൽ അനേകരുടെ പ്രാർത്ഥനയുടെയും കരച്ചിലിൻ്റെയും ഫലമായി 2010 ജൂലൈ 29-ാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ചുള്ളൂ. കർത്താവ് 3 കുഞ്ഞുങ്ങളെ തന്നു എന്ന് അറിയുവാനിടയായി. ഞങ്ങൾ വളരെ സന്തോഷിച്ചു. വീട്ടുകാർ വളരെ സന്തോഷിച്ചു. സഭയായിട്ട് സന്തോഷിച്ചു. പ്രാർത്ഥിച്ചവരോടെല്ലാം വിളിച്ചു പറഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു. പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് കാണും, കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധി വളർച്ച കാണത്തില്ല. അവരെല്ലാം ചെക്ക് ചെയ്തു. പക്ഷെ കുഞ്ഞുങ്ങൾ 3 പേര് കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. ദൈവകൃപയാൽ അവർ 2 ആണും 1 പെണ്ണുമായിരുന്നു. ഞങ്ങളുടെ മൂമെൻറ്റ്സ് ഒക്കെ കണ്ടു. 5 months വരെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ 16-ാമത്തെ ആഴ്ചയിൽ സർവിക്സ് ഷോർട്ടാകുന്നു എന്ന് പറഞ്ഞ് അവർ എനിക്കൊരു സ്റ്റിച്ച് ഇടാനിടയായി. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം 17-ാമത്തെ ആഴ്ചയിൽ വീണ്ടും ആ സ്റ്റിച്ച് പോരാ, കുഞ്ഞുങ്ങൾ പുറത്ത് ഇറങ്ങി വരും എന്ന് പറഞ്ഞ് ഒരു സ്റ്റിച്ച് കൂടി ഇടാനിടയായി. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ അഡ്മിറ്റെല്ലാം ആക്കി വീട്ടിൽ പറഞ്ഞു വിട്ടു. വീട്ടിൽ പറഞ്ഞു വിട്ട് പിറ്റേ ദിവസം മുതൽ എനിക്ക് അതികഠിനമായി നടുവേദന, ബാത്റൂമിൽ ഇരിക്കാൻ വയ്യ, എനിക്ക് നിൽക്കാൻ വയ്യ. അപ്പോൾ അവർ പല പ്രാവശ്യം വിളിച്ചു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവർ പറഞ്ഞ് സ്റ്റിച്ച് ഇട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നു. 3-4 ദിവസമായിട്ട് എന്ത് ചെയ്താൽ ഹോസ്പിറ്റലിൽ ചെല്ലാൻ എനിക്ക് സമ്മതിക്കത്തില്ല. അവരൊന്നുമില്ല, കുഴപ്പമില്ല,
അത് സസ്പെക്ട്